ഹായ്, ഒരു 2014 മോഡൽ എർട്ടിക നോക്കി നടക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മുടെ കയ്യിൽ ഇപ്രാവശ്യം സെയിലിന് വന്നിരിക്കുന്നത് 2014 മോഡൽ എർട്ടികയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ എർട്ടിക ഏകദേശം 1,39,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. അപ്പോൾ ഈ എർട്ടികയുടെ വിശേഷമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് നേരെ നോക്കുമ്പോൾ മനസ്സിലാവും, വേറെ ഒരു സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ വണ്ടി പിന്നെ റീപെയിൻറ്റ് ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്ക്രാച്ചസ് ഒന്നും വണ്ടിയുടെ 4 ചുറ്റുപാട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ വണ്ടിയുടെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാലും സ്ക്രാച്ചസ് ഒന്നുമില്ല. പിന്നെ ഇവിടെ ഷീൽഡ് ഉണ്ട്. അതുപോലെ തന്നെ മിറർ വരുന്നത് ഇലക്ട്രിക് കൺട്രോൾ ആണ്, മാനുവൽ അല്ല. ഈ വണ്ടി ടയർ ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ ടയർ 4 സ്റ്റെപ്പിന് അടക്കം 5 ടയറും വരുന്നത് ഫുൾ കട്ടയാണ്. പുതിയ ടയറാണ് 5 ടയറും വരുന്നത്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ ബാക്ക് സ്പേസിലോട്ട് വരാം, ഡിക്കിലോട്ട് വരാം. എർട്ടികയുടെ ഡിക്കി സ്വാഭാവികമായിട്ടും വലിയ കപ്പാസിറ്റി ഒന്നും ഉള്ളതല്ല. എന്നാലും ഇതിന്റെ ഡിക്കി സ്പേസിലോട്ട് വന്നാലും അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ഡിക്കി സ്പേസ് ഈ വണ്ടിയിൽ ഉള്ളൂ. ഇനി നമുക്ക് ഈ വണ്ടിയിൽ അകത്തെ ഇന്റീരിയർ കാഴ്ചകൾ കാണാം. അകത്തോട്ട് പോകുമ്പോൾ തന്നെ അത്യാവശ്യം സീറ്റിലൊക്കെ ചെറിയ ചെറിയ ഡാമേജസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ, അല്ല വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് അകത്തെ വണ്ടിയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് വരുമ്പം ഓഡിയോ സിസ്റ്റം ഒക്കെ വരുന്നത് ഡിജിറ്റലാണ്. പിന്നെ AC കൺട്രോൾ കാര്യങ്ങളൊക്കെ താഴെയുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് പോർട്ടിന്റെ ഓപ്ഷനും ഈ വണ്ടിയിലുണ്ട്, കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ സ്പീഡോമീറ്റർ ഏരിയയിലോട്ട് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടി ഏകദേശം 1,39,070 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. പിന്നെ ഈ എർട്ടിക വരുന്നത് സെൻട്രൽ AC ആണ് കേട്ടോ. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും അത്യാവശ്യം AC കിട്ടുന്നതാണ്. അതുപോലെ തന്നെ സീറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് വണ്ടി ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നതാണ്. ഇനി നമുക്ക് ഈ വണ്ടിയിൽ സെക്കൻഡ് റോയും തേർഡ് റോയും, പിന്നെ ബാക്കിലെ സീറ്റും അതിൻ്റെ ഇടയ്ക്കത്തുള്ള സീറ്റും, ഇത് രണ്ടുമാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അത്യാവശ്യം മാറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ടാണ് കിടക്കുന്നത്. സീറ്റിലോട്ട് വരുമ്പോൾ തന്നെ ഫ്രണ്ടിലത്തെ അത്ര ഡാമേജ് കാര്യങ്ങൾ ബാക്കിലെ സീറ്റിലോട്ട് വരുമ്പോൾ കാണാൻ പറ്റത്തില്ല. അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് ബാക്കിലെ സീറ്റ് കിടക്കുന്നത്. ഇനി ഏറ്റവും ബാക്കിലെ സീറ്റ് വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഫുഡ് സ്പേസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ഈ സീറ്റ് മടക്കി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 300-400 ലിറ്ററോളം കപ്പാസിറ്റി കിട്ടുന്ന ഒരു ഫുഡ് സ്പേസ് ഇതിന് ബാക്കിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി വിൻഡോ ഏരിയയിലോട്ട് വരുമ്പം 4 വിൻഡോയും പവർ വിൻഡോ ആണ് വരുന്നത്. പിന്നെ ലോക്കിംഗ് സിസ്റ്റം, പിന്നെ നമ്മുടെ മിററിന്റെ കൺട്രോളും റൈറ്റ് സൈഡിലെ ഡ്രൈവിംഗ് സീറ്റിലെ കൺസോളിന്റെ ഏരിയയിലാണ് വരുന്നത്. പിന്നെ താഴത്തെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുപ്പിയൊക്കെയുള്ള സ്പേസും പിന്നെ എന്തെങ്കിലും ചെറിയ സ്റ്റോറേജ് ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു സ്പേസും ഈ ഡോറിന്റെ സൈഡിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ എല്ലാ വീഡിയോയിലെ പോലെ തന്നെ നമ്മൾ ഈ പ്രാവശ്യം ഈ വണ്ടിയുടെ എഞ്ചിൻ റൂം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നേരെ നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ റൂമിലോട്ടൊന്ന് പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ നേരെ വണ്ടിയുടെ എഞ്ചിൻ റൂമിലോട്ട് പോവാണ്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ റൂം വരുന്നത്. അത്യാവശ്യം നീറ്റ് ആൻഡ് കണ്ടീഷനിൽ ആണ് വണ്ടിയുടെ എഞ്ചിൻ റൂം കിടക്കുന്നത്. ചെറിയ പൊടികൾ കാര്യങ്ങളൊക്കെ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വരുമ്പം ചെക്ക് ചെയ്ത് നോക്കാം. A to Z കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് വണ്ടിയുടെ ഫുൾ കാര്യവും ചെക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട് വണ്ടി എടുക്കാൻ വരുന്നവർക്ക് ഇവിടെ വന്ന് വണ്ടിയുടെ ഫുൾ കാര്യം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങളെല്ലാം വെരിഫിക്കേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വണ്ടി എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഈ എർട്ടികയ്ക്ക് ഇപ്പോൾ ചോദിക്കുന്ന വില 4,60,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ എർട്ടിക എടുക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഷോറൂമിൽ ലൊക്കേഷൻ വരുന്നത് കാട്ടാക്കട ആമച്ചൽ കുച്ചപ്പുറം, അവിടുത്തെ ബെസ്റ്റ് ചോയ്സ്. ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തിട്ട് വന്ന് വണ്ടിയുടെ ഫുൾ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോവുക.